ഇന്നിപ്പോൾ ആ കുട്ടിയുടെ ബാപ്പ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇത് കുട്ടിയുടെ പടവും കുട്ടിയുടെ ചിത്രമൊക്കെ അവർ തന്നെ വെച്ചതാണ് കേട്ടോ, ഞാൻ ഇട്ടതല്ല. ഇനി അതിൻ്റെ പേരിലാരും തലയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ആൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്: പ്രിയപ്പെട്ടവരെ, മക്കൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് തന്നെ അവളുടെ തലയിലെ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്ക്. പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാതെ ഒരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന് മുഴുവൻ പേർക്കും പ്രാർത്ഥനാ മനസ്സോടെ നന്ദിയോടെ. ആരപ്പോൾ കൂടെ നിന്നത്? ഒരു മനുഷ്യൻ നിന്നില്ല, കുറേ തീവ്രവാദ സുഡാപ്പികൾ നിന്നു. അതിനാണ് ഈ പറയുന്നത്. വൈവിധ്യങ്ങളുടെ കളറുള്ള പുതുലോക ക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിൽ ആ വാചകങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നതാണ്, ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു എൻ്റെ പൊന്നു നിയാസെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇവിടെ ഒരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിഫോം തിരഞ്ഞെടുക്കാനും അത് അവൈലബിൾ ആവുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം എന്നിരിക്കെ നിങ്ങളത് ചെയ്യാതെ ഇവിടെ തന്നെ പഠിക്കണം എന്ന് നിർബന്ധം പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്തോ ഒരു മേന്മയുണ്ട് എന്നത് കണ്ടുകൊണ്ടായിരിക്കുമോ അങ്ങനെ ചെയ്തത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റൂൾസ് നിങ്ങൾ പാലിക്കണം, അതല്ലേ വേണ്ടത്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യത്തെ നിയമം അത് പാലിക്കണം എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് ഈ പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ എന്തേ നിങ്ങൾക്ക് അത് അവിടെ എടുക്കാൻ പറ്റാത്തത്?